ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ റോസ്റ്റ് കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഇനി പൊറാട്ടൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നാടൻ സ്റ്റൈലിലാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം, ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ചിക്കൻ ഫുള്ളായിട്ട് ഇതേപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് 2-3 ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല എരിവുള്ള മുളകും പൊടി ആണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ കാശ്മീരി മുളകും പൊടി എടുക്കുന്നത്, അതുകൊണ്ട് ഒരു 3 ടീസ്പൂൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ, എരി കുറവേക്കാറ് കേട്ടോ. പിന്നെ അതിലേക്കൊരു 3/4 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി നമുക്ക് വേണം. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ട്, നല്ലൊരു ഫ്ലേവറിനും അതേപോലെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ചെറിയ ജീരകത്തിൻ്റെ പൊടി കുറച്ച് ചേർത്താൽ. പിന്നെ നമുക്ക് വേണ്ടത് പാകത്തിന് ഉപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇപ്പോൾ ഞാൻ കുറച്ച് ഇടണുള്ളൂ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വട ചതച്ചതാണ്, 3 വട ഒരുമിച്ച് ചതച്ചതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട, ചിക്കൻ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും, ആ വെള്ളം തന്നെ മതി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ച് എല്ലായിടത്തും കൊണ്ട് ആവണ രീതിയിൽ നല്ലോണം ഒന്ന് കുഴച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ നമ്മൾ ആ കായം തെച്ച് വെച്ച ചിക്കനൊക്കെ ഇതേപോലെ ചട്ടിക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് എണ്ണയിൽ നമുക്ക് ചിക്കൻ നല്ലോണം വെന്ത് കിട്ടും ചെയ്യും. നമുക്ക് ഈ എണ്ണയൊക്കെ കൂട്ടാൻ പറ്റാത്തവർക്കാണെങ്കിൽ കൂട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കാണാം വെള്ളമൊക്കെ നിറങ്ങിയതിന് ശേഷം ഒരു പകുതി മുക്കാലോളം ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം നമ്മൾ വെള്ളം തുള്ളി ഒഴിച്ചിട്ടില്ല, അപ്പോൾ ഇത്രയും വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനി നമുക്കത് തുറന്ന് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിയുടെ രീതിയിലൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് നല്ല സ്പീഡ് തീ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല സ്പീഡ് തീ തന്നെ ഒന്ന് വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിക്കണം കേട്ടോ. കണ്ടില്ല നിങ്ങൾ. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലോണം നൈസായിട്ട് അരിഞ്ഞ് നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞ സവോള അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 വലിയ സവോള തന്നെ ചേർത്തുക്കണേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി കൂടുതലൊന്നും വേണ്ടല്ലോ, നല്ല പഴുത്തൊരു തക്കാളി എടുക്കുക, നല്ലോണം കുനുകുനേനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കൊന്നും വേണ്ട, ഇളക്കാതെ തന്നെ നമുക്ക് ആദ്യം ഇത് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം, ഇതൊക്കെ ഒന്ന് വാടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ആ ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലോണം ഒന്ന് വാടിയിരിക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ആണ രീതിയിൽ 2-3 മിനിറ്റ് മൂടി വെച്ചാൽ അതൊന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെന്തിയ ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊത്തി കൊടുത്തുകൾ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് നല്ലോണം ചെറിയ തീ തന്നെ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മൾ ചിക്കനും അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒരുമിച്ച് അയക്കണേ. തക്കാളിയൊക്കെ ഇതിലേക്ക് ഇട്ടുകളെന്നുള്ള രൂപത്തിൽ നല്ലോണം ഒന്ന് വെന്ത് വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് തീ കുറച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് സ്പീഡോട്ടി നല്ലോണം ഇളക്കി കൊടുത്താൽ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെസിപ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ചെയ്യാൻ, അതുപോലെ കാണാനും നല്ല ഭംഗിയുള്ള റെസിപ്പി ഇനി ഞാൻ വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.